വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗോബി ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനോ ബീഫോ ഒന്നുമില്ലാത്തപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്, നല്ലൊരു ഹെൽത്തി റൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് വേണ്ടി ഞാൻ ഒരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ടേക്ക് ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ മുങ്ങുന്ന പാകത്തിന് വേണം ഒഴിക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റ് ശേഷം നമ്മുടെ ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്ക് കഴുകാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കോളിഫ്ലവർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ തീരെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കണം. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോകരുത്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ബാറ്റർ അധികം ലൂസായി പോകരുത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു മിക്സാക്കിയിട്ടുള്ള ഈ ഒരു ബാറ്ററിലോട്ടേക്ക് നമ്മൾ ആദ്യം കഴുകി മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് തന്നെ കോളിഫ്ലവറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ നിലയിലും വെക്കാം. 20 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയൊക്കെ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഗോപിയൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗവും തന്നെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. കണ്ടോ, നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം. എല്ലാ വെജിറ്റബിളും ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ബീൻസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു കുഴിയുള്ളൊരു പാൻ എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗോബി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല വെളുത്തുള്ളിൻ്റെ ഒരു നല്ലൊരു മൂത്തിട്ടുള്ള നല്ലൊരു മണം വരും. അതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റൊന്നും ഓവർ കുക്കാവൊന്നും വേണ്ട, ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതി. 2 സെക്കൻഡോളം വഴറ്റിയെടുക്കാം. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഇനി ഇതും ഓവർ കുക്കൊന്നും ആവണ്ട. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓവർ കുക്ക് ആവണ്ട കേട്ടോ വെജിറ്റബിൾ ഒന്നും. അപ്പോൾ ഇതിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസും സോസും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഗോബി എല്ലാം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മളെ വെജിറ്റബിൾസും ഗോബിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 4 കപ്പ് ഗീ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ജീരകശാല റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസും എടുക്കാം. അപ്പോൾ റൈസും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും രുചിയാണ് കേട്ടോ ഇതിന്. കണ്ടോ? അപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല കളർഫുള്ളാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തിരി തൈര് സാലഡോ അച്ചാറോ മാത്രം മതിയാവും. അപ്പോൾ കാണാനും നല്ല മൊഞ്ചുള്ളി റൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.